മാഷ് വേറൊന്നും ചെയ്യണ്ട. ദേ ഈ മഹസറിൽ ഒരു ഒപ്പ്, കോടതിയിൽ ചെറിയൊരു മൊഴി, കഴിഞ്ഞു. അതെ, അത്രേ ഉള്ളൂ. എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? മാഷ് ഊണ് കഴിഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ച് ബാൽക്കണിയിൽ നിർത്തിയ അപ്പോ വിജനമായ റോഡിലൂടെ സ്കൂട്ടർ ഓടിച്ച് രണ്ടുപേര് വരുന്നു. അതിലൊരാൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി കടയിൽ കയറി പണപ്പെട്ടി തുറന്നു. പണവും സ്വർണ്ണാഭരണങ്ങളും വാരി ഒരു സഞ്ചിയിലാക്കി സ്കൂട്ടർ കയറിയേക്ക് പോയി. അതെ, അത്രേ ഉള്ളൂ. അതിന് ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേ അർത്ഥം വരുന്ന ശ്ലോകം ഭഗവത്ഗീതയിലും ഉണ്ട്. അത് ഞാൻ കേട്ടിട്ടില്ല. മാഷേ, പ്രതികളെ ഞങ്ങൾ പിടിച്ചു കഴിയും. പക്ഷെ അവന്മാരെ ശിക്ഷിക്കണമെങ്കിൽ ദൃക്സാക്ഷികളും തെളിവുകളും വേണം. മാഷ് വെറും മാപ്പ ഊപ്പ അല്ലാത്തത് കൊണ്ടും നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളായത് കൊണ്ടായി പറയണേ. എന്നാലും കാണാത്ത കാര്യം കണ്ടു എന്ന് പറയുന്നത് എങ്ങനെയാ? ഇയാൾ ആരാ? ഹരിചന്ദ്രന്റെ അമ്മായിയപ്പന. അന്വേഷിച്ചാ അറിയാം. ഇടഞ്ഞ ഇടിക്കുളത്തിരി പെശക. എന്റെ പൊന്നു മാഷേ, നമ്മുടെ പഞ്ചായത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഒരൊപ്പ്. എന്റെ മനസാക്ഷി മണ്ണാൻ കെട്ട. താൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ മാനേജരാ ഞാൻ, അത് മറക്കണ്ട. സാരില്ലേ എഴുത്തച്ഛ, തൽക്കാലം മാഷ് പോയിക്കോട്ടെ. നമുക്ക് ധൃതിയില്ല. നല്ലതുപോലെ ആലോചിച്ച് 1-2 ദിവസത്തിനകം വന്നാ മതി. എന്റെ മുകളിലത്തെ പട്ടിണിടഞ്ഞേ. പക്ഷേ ഒരു കാര്യം, അനുകൂല തീരുമാനമെടുത്തിട്ടേ ഇങ്ങോട്ട് വരാവൂ. അല്ല, പ്രതികളെ പിടിച്ചു താനാ മാഷോട് പറഞ്ഞല്ലോ. ശരിക്കും പിടിച്ചാ? എവിടെ നിന്നിട്ട് പിടിക്കാൻ? ഞാൻ ചുമ്മാ തട്ടിയതല്ലേ. അടുത്ത പഞ്ചായത്തുകളിലൊക്കെ ചില സ്ഥിരം പ്രതികളുണ്ടല്ലോ. ഈ കള്ളൻ മാഷ് സാക്ഷി പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരുത്തനെ പൊക്കാന്ന്. അത് മതി. പഞ്ചായത്തിന്റെ അഭിമാനമാണല്ലോ നമുക്ക് വലുത്. ഒരു കണക്കിന് പറഞ്ഞാൽ സേട്ടുവിന്റെ കടയിലെ മോഷണം പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട എന്ന് വെച്ചാൽ കട്ട മുതൽ കള്ളന്മാര് പാർട്ടിക്ക് തന്നോ? മിണ്ടാതിരിടോ. മറ്റുള്ളവർ കട്ട മുതൽ പാർട്ടിക്ക് എന്തിനാ? അതല്ല, പിന്നെ സേട്ടുവിന്റെ കടയിൽ നടന്ന മോഷണം പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണെന്ന് സഖാവ് പറഞ്ഞല്ലോ. പാർട്ടിക്ക് മുതലുണ്ടാക്കാൻ പാർട്ടി ആരും പഠിപ്പിക്കണ്ട. നാൽക്കാലികൾ ആരെങ്കിലും നീന്തൽ പഠിപ്പിക്കാറുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ആ കിഴങ്ങൻ എഴുത്തച്ഛനെയും അവന്റെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളെയും താറടിച്ച് കാണിക്കാൻ നമുക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ് ഈ മോഷണം. കള്ളന്മാർ പിടിക്കപ്പെടരുത്, കേസ് തെളിയിക്കപ്പെടരുത്. ഇവരുടെ ഭരണത്തിൽ ജനങ്ങൾ സുരക്ഷിതരല്ല എന്ന് ജനത്തിന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതെ. വരൂ മുരളി സഖാവേ. അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്നാ പിന്നെ നമുക്കിന്ന് പിരിയാല്ലേ? ശരി സഖാവേ. സഖാവേ, ഇതാണ് ഞാൻ പറഞ്ഞ മധു. പാർട്ടിയിൽ ചേരാൻ വന്ന. എന്ത് ചെയ്യുന്നു? പണിയൊന്നും ആയിട്ടില്ല. വളരെ നല്ലത്. പണി ചെയ്യുന്നവരെയല്ല, മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്നവരെയാണ് പാർട്ടിക്ക് ആവശ്യം. ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടോ? പഠിക്കുന്ന കാലത്ത് ഒരു തല്ലി കേസിപ്പെട്ട് 3 ദിവസം കിടന്നിട്ടുണ്ട്. വെരി ഗുഡ്. തല്ലിന്റെ അറപ്പും മാറി, ലോക്കപ്പിന്റെ അറപ്പും മാറി. ഇതുപോലുള്ളവരെയാണ് പാർട്ടിക്ക് ആവശ്യം. മധുവിന് പാർട്ടിയിലേക്ക് സ്വാഗതം. ലാൽ സലാം. ഇനി മുതൽ മധു ഒരു സാധാരണ മനുഷ്യനേ അല്ല എന്ന് മനസ്സിലാക്കണം. ആരോടും അധികമൊന്നും സംസാരിക്കരുത്. അഥവാ സംസാരിക്കുന്നുണ്ടെങ്കിൽ ചില വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കണം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറയൂ. ഞാൻ പറഞ്ഞു തരാം. വെരി ഈസി. ആഗോള വികേന്ദ്രീകരണം, മാധ്യമ സിൻഡിക്കേറ്റ്, അമേരിക്കൻ സാമ്രാജ്യത്വം, സ്വത്വം, പിന്നെ കരിങ്കാലി ബൂർഷോ, അതൊക്കെ അറിയാലോ. അതൊക്കെ അവൻ ഭംഗിയായിട്ട് പറഞ്ഞോളൂ. പിന്നെ എന്റെ ജോലിയുടെ കാര്യം എന്താ സഖാവേ? അക്കാര്യം KSRനോട് സംസാരിക്കാൻ പോയപ്പോഴല്ലേ സേട്ടുവിന്റെ കടയിൽ മോഷണം നടന്നത്. പേടിക്കണ്ട, ഞാൻ നടത്തിയിരിക്കും, ഉറപ്പ്. എന്നാ പിന്നെ ചെല്ലേ. ലാൽ സലാം. ശരി സഖാവേ. പഠിച്ചു. മാഷെന്താ സ്കൂൾ വിട്ട നേരത്ത്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? അരവിന്ദൻ ഇവിടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് കുറെ കാലം ഏതോ വക്കീലിന്റെ കൂടെ ആയിരുന്നു. അതെ, പൊതുവാൽ വക്കീലിന്റെ ഗുമസ്തനായിരുന്നല്ലോ ഞാൻ. എന്താ മാഷേ? നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കണ്ടു എന്ന് കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? എന്ത് കുഴപ്പം? 7 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഏത് കേസിലാ മാഷ് കള്ളസാക്ഷി പറഞ്ഞത്? പറഞ്ഞില്ല. ജന്മനാ കള്ളന്മാരായവരെ എതിർഭാഗം വക്കീലിനെയും കോടതിയെയും കബളിപ്പിച്ച് കള്ളസാക്ഷി പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. പക്ഷേ മാഷിനെ പോലെയുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത്. സാക്ഷി പറയുന്നത് കളവാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലേ പുലിവാലി പിടിക്കും മാഷ്. അണ്ടർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 118
anybody can be a witness. But if the prosecution fails to prove the genuinity of the witness in front of the court, the person can be punished under IPC 193 up to 7 years of imprisonment and penalty. ഇത് മാത്രവുമല്ല, കള്ളസാക്ഷി പറയുക എന്ന് വച്ചാൽ അതൊരു രാജ്യദ്രോഹ കുറ്റവുമാണ്. മനസ്സിലായോ? സാക്ഷി പറയുന്നത് കളവാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലേ ഒരുപാട് പിടിക്കും മാഷ്. 7 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. മാത്രവുമല്ല, കള്ളസാക്ഷി പറയുക എന്ന് വച്ചാൽ അതൊരു രാജ്യദ്രോഹ കുറ്റവുമാണ്.